and there will be a new member to TVA. TVA-ലേക്ക് ആണ് മെമ്പർ, അല്ലാതെ ഇ സ്പോർട്സ് റിക്രൂട്ട്മെൻ്റ് അല്ല ഇന്നത്തെ. പുതിയൊരു മെമ്പർ TVA-ലേക്ക് വരുന്നുണ്ട്. ആൻഡ് അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ കറൻ്റ്ലി മൈൽസ് ഒക്കെ ഭയങ്കര മൈൽസ് അങ്ങനെ കുറച്ച് പേര് കുറച്ച് ഇനാക്റ്റീവ് ആണ്. ഇനാക്റ്റീവ് ആയ ഒരു സ്ലോട്ടിലോട്ട് ജസ്റ്റ് മാറ്റിയിടുന്നേ ഉള്ളൂ. അവർ ആക്റ്റീവ് ആവുന്ന സമയത്ത് നമുക്ക് ഇതാക്കാം. അപ്പോൾ ഒരു അത്യാവശ്യം നല്ല പ്ലെയറാണ്. നിങ്ങൾക്ക് അണ്ടർ റേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ അണ്ടർ റേറ്റഡ് ഒന്നുമല്ല. അണ്ടർ റേറ്റഡ് ഒന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നല്ല പ്ലെയറാണ്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. അപ്പോൾ പിന്നെ വേറെ വരും നാളെ എനിക്ക് മറ്റേ ഫോൺ കിട്ടി ഗൈസ്. ക്യാമറയുടെ അറ്റത്ത് ഇങ്ങനെ കുഴലുള്ള ഒരു ഫോണില്ലേ, വിവോയുടെ. എന്തായാലും അതിൻ്റെ പേര് X300 Pro. ഇന്ത്യയിൽ റിലീസായിട്ടില്ല, പക്ഷേ എനിക്ക് സാധനം കിട്ടി. അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ നാളെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ നാളെ ഷൂട്ട് ചെയ്യാം, 2 ദിവസത്തിനകത്ത് പോസ്റ്റ് ചെയ്യാം. വീഡിയോ വിഷയ സാധനമാണെന്ന് പറഞ്ഞാൽ ഞാൻ ഫോണിൻ്റെ സത്യസന്ധമായ അഭിപ്രായം എന്തായാലും ഞാൻ നാളെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇനിയിപ്പോൾ ഡിലേ ആക്കണ്ട, നമുക്ക് സിറ്റിയിലോട്ട് കയറാം. എടാ, ഈ വീട് പണിതവനെ ഉണ്ടല്ലോ, ഇവിടെ നേരെ പുറകിൽ ഒരു ഫ്രെയിം പോലും വെക്കാൻ പറ്റാത്ത രീതിയിൽ കട്ടിലിൻ്റെ മണ്ടയ്ക്ക് ഒരു ഫ്രെയിം പണിത് വെച്ച് അവിടെ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ആവശ്യവും ഇല്ലാതെ ഈ നേരെ ഇരിക്കുന്ന ഇതില്ലേ, ഈ ജനല് തുറന്നാൽ അപ്പുറത്തെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കാ. അതെന്തിനാണ് അങ്ങനെ ഒരു ജനൽ അവിടെ പണിത്? അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കെട്ടി തൂക്കായിരുന്നു വല്ല എന്തെങ്കിലും. എന്തിനാണ് അങ്ങനെ ഒരു ജനൽ പണിതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. ഈ സൈഡിൽ അത് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല, അല്ലേ? ഞാൻ കാണിച്ചതിന് നിങ്ങളെ വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം കേട്ടാ. ഇത് വെറുതെ നിങ്ങൾ പൈസ കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു മിനിറ്റ് ഒരു സാധനം നിറച്ചിട്ട് വരാം. ഇപ്പോൾ വരാം. ഒരു മിനിറ്റ് സമയം തരാം. ഒരു മിനിറ്റ്. ഇത് പച്ചവെള്ളമാണ്, പച്ചവെള്ളം, വെറും പച്ചവെള്ളം. അത് ഞാൻ ഈ റീൽസിലൊക്കെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ക്രൈസാണ്. ഞാൻ ഇതെല്ലാം മേടിക്കും. അങ്ങനെ മേടിച്ച് ഒരു സാധനമാണ് ഇത്. ഈ ഏപ്പണം കട്ടവനെ ഞാൻ ഇതുകൊണ്ട് മേടിച്ചതാണ്. ഇത് കണ്ടോണ്ട് റീൽസ് കണ്ടുകൊണ്ട് മേടിച്ചതാണ് ഈ ഏപ്പണം കട്ടവനെ. ഇത് ഞാൻ ഇങ്ങനെ ഓണാക്കി കാണിച്ചാൽ ഓണാക്കുമ്പോൾ ദൈവൻ്റെ ചുറ്റിനും ഇങ്ങനെ ഒരു ലൈറ്റ് കത്തും, മനസ്സിലായ? എന്നിട്ട് ഇവൻ്റെ മൂട്ടിൽ ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കണ്ട പറന്ന് പറ്റി അങ്ങനത്തെ സാധനമാണ്. പക്ഷെ ഇത് വലിയ സുഖമില്ല. ഊക്കിമാനാ ഇത്, ഊക്കിമാനാണിത്. ഇത് രാത്രി കണ്ടാൽ മനുഷ്യരോടല്ലേ പേടിച്ചു പോയത്. രാത്രിയിൽ എന്തോ ഒരു സാധനം നമ്മളെ നോക്കി ഇത് പുകയും വിട്ടിരിക്കണം. ഹ്യൂമിഡിഫയർ അത് തന്നെ ഹ്യൂമിഡിഫയർ അത് തന്നെ സാധനം അത് തന്നെ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. നമുക്ക് സിറ്റിയിലോട്ട് കയറാം. കുറച്ച് നേരമായില്ലേ കോണാധികാരം തുടങ്ങിയിട്ട്. എക്സലൻസ് കണക്ട് സിറ്റി. ഓ, അവൻ പറഞ്ഞോണ്ട് 5 മിനിറ്റ് കണക്ട് ചെയ്തോളൂ. കുറച്ച് നേരം നീ കുണ കേട്ടിട്ട് പോയാൽ മതി. പിന്നെ ഗൈസ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഗൈസ് എല്ലാവരും ഫുഡൊക്കെ കഴിക്കണം, ഹെൽത്തി ആയിട്ടൊക്കെ ഫുഡൊക്കെ കഴിക്കണം. ഞാനിപ്പോൾ ഇത് കക്കരി ക്യാരറ്റും ഒക്കെ കഴിക്കും. ഹെൽത്തിയാണ് ഞാനിപ്പോൾ ഇച്ചിരി. എന്നിട്ട് ലൈവ് ആയിട്ട് പോയി മന്തിയും മയോണൈസും കയറ്റും. ക്ലാസ് ഫുഡാ, ഹെൽത്തി ആയിട്ട് ജീവിക്കണം നമ്മൾ. കൊടുത്ത് ഞാൻ അധികം നടന്നു വന്നായിരുന്നേ. ഞാൻ കുറച്ച് അധികം ഇതാരാ എനിക്ക് വേണ്ടി ഒരു വണ്ടി ഇവിടെ ഇട്ടേക്കുന്നേ? എങ്ങനെ പറ്റണടാ ഇങ്ങനെ ജീവിക്കാൻ എന്റെ LX2? ഇതിന്റെ ഡ്രൈവിംഗ് സീറ്റ് ഇല്ല, അത് ഞാൻ ഓടിച്ചു. ഞാൻ ഓടിക്കാം. ഫുഡാ. നീ ഒരു മെന്നിയായി വരണേ. നീ ഒരു കറക്റ്റ് സമയത്ത് വന്നല്ല. നീ എനിക്ക് കിക്കിലൊരു നല്ല മുതൽക്കൂട്ടാണ് കേട്ടാ. ലൈവെല്ലാം കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്.
ഗൈസ് ഒരു ചെറിയ അനൗൺസ്മെന്റ് ഉണ്ട്. എന്താടാ ഞാൻ കേറി ഒരു അനൗൺസ്മെന്റ് ഒന്ന് പറഞ്ഞോട്ടെ തത്സമയത്തിൽ ഒരു മിനിറ്റ്. ഒരു ചെറിയ അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ 2022 ജൂൺ 17-ാം തീയതി രാത്രി 9:48 ഞാനും ബാബുകൂടെ പറഞ്ഞ RP നാളെ ഞങ്ങൾ ചെയ്യാൻ പോവാണേ. മനസ്സിലായ? അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ വരുന്ന ദിവസങ്ങളിൽ. ഇത് 2023 9:48 പറഞ്ഞ RP നാളെ ഞാനും ബാബു നാളെ വരുവേ. ഇത് കൊള്ളാലോടെ ഈ വണ്ടി. ഇത് ട്രക്ക് ജോബിന് കസ്റ്റം വണ്ടി കൊണ്ടുപോകാൻ പറ്റുമോ? പിന്നെ കസ്റ്റം വണ്ടിയൊക്കെ ഇറക്കിയ ട്രക്ക് ജോബ് ചെയ്യുന്ന ആണോ? അതേത് RP ഓർമ്മയില്ലേ നിങ്ങൾക്ക് ആർക്കും? എടാ നിങ്ങൾക്ക് എന്ത് ഓഡിയൻസ് ആണ് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ ലൈവ് നിർത്തട്ടെ. എടാ എന്തൊരു ഓഡിയൻസ് ആടാ ഇതൊക്കെ. ഞാൻ ഇതിലും പേര് ലൈവ് നിർത്തണാടാ. മനസ്സിലായി അതാ പറഞ്ഞ ആ RP ഗാങ്സ് ക്ലീനിങ് അവാർഡ് RP. അയ്യോ അതൊക്കെ 2023-24 പ്ലാൻ ചെയ്തത്. ഇത് 2022. ഇത് 2022 ഞങ്ങൾ അവിടെ എത്തിയതേ ഉള്ളു. ഇപ്പോഴും അവിടുത്തെ പ്ലാൻ അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്ത് ചെയ്യാതെ വിചാരിച്ച്. ഈ വണ്ടി എന്താ ഇടക്കിടക്ക് ഇങ്ങനെ എടുത്തടിക്കുന്ന പോലെ ഒരു ശബ്ദം. ബായ് പറയുന്നവർക്കൊക്കെ പോവാേ. ഞാൻ മൈൻഡ് ഇഗ്നോർ ചെയ്യണം നിന്നൊക്കെ. ഇതിങ്ങനെ എടുത്തെടുത്തടിക്കും. പക്ഷെ ഇത് നല്ല സ്പീഡ് ഉണ്ടല്ലോ. അപ്പൊ ഇവിടുത്തെ നോർമൽ ട്രക്കിനൊക്കെ സ്പീഡ് ഇതിലും കുറവാണോ? അപ്പൊ അത് അൺഫെയർ അല്ലേ ഗ്രൈൻഡ് ചെയ്യുന്നവർക്ക്? ശരിയാ. എന്ത് അൺഫെയർ? എന്നാലും പൈസ കൊടുത്തത് മേടിക്കാന്ന് പറഞ്ഞാൽ അൺഫെയർ ആകും. ഞാൻ വന്നപ്പോ തന്നെ വലിയ പ്രൊഫസർ പോയി. എന്നെ റേഡിയോയിലാരോ തിരക്കിയെന്ന് പറഞ്ഞു. നോക്കട്ടെ. ഒരു പട്ടി മൈൻഡ് ചെയ്തല്ലോ നിന്നെ അടിക്കുവോ ഞാൻ? കുഴപ്പമില്ല. നിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞത് അത് പെട്ടെന്ന് മനസ്സിലാവും എനിക്കത്. ഒരുത്തനും മൈൻഡ് ചെയ്തില്ലേ? ഒരുത്തൻ പോലും മൈൻഡ് ചെയ്തില്ലേ? ഒരുത്തൻ പോലും എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല ഇതുവരെ. പറഞ്ഞു നാക്ക് വായോട്ട് ഇട്ടതേ ഉള്ളു നിന്നെ പറ്റി. എനിക്കറിയാം അണ്ണൻ എന്റെ ഒരു ചിന്തയുള്ളു. അതെ സത്യം. ഞാൻ മാത്രല്ല ഇപ്പൊ ലെക്സ് നിന്നെ പറ്റി ചിന്തിച്ചു. എന്റെ ചിരിയല്ലേ? എന്താ അണ്ണ പിള്ളേർക്ക് കുറെ കഥ പറഞ്ഞു കൊടുത്തുന്ന കേട്ടല്ലോ അണ്ണ. ഇന്നലെ ആകെ കഥ പറച്ചിലായിരുന്നു. പക്ഷെ ഏറ്റവും നല്ല കഥ നമ്മുടെ അപ്പുക്കുട്ടന്റെ ആയിരുന്നു കേട്ടാ. വിഷമത്തിന്റെ മുൾമുനയിൽ നിർത്തിയിട്ട് കണ്ണീര് വന്നപ്പോ ആ കണ്ണീരിനെ അവൻ വലിച്ചെടുത്ത് കൊണ്ടുപോയി. അപ്പൊ തന്നെ അത് കേൾക്കണമല്ലോ. നീ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് നമ്മളൊരു പടത്തിന്റെ ടോപ്പ് പീക്ക് നോച്ചിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരുത്ത മറ്റേ ഈ പ്രേതപ്പടമൊക്കെ കാണാൻ വരുമ്പോ മറ്റേ തിയേറ്ററിൽ ചിരി പടത്തുന്നവരില്ലേ? ആ പ്രേതം വന്നേ അങ്ങനെയൊക്കെ പറയത്തില്ലേ? അതുപോലത്തെ ഒരു സാധനമായിരുന്നു അവന്റെ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു തരുക, എന്റെ കാമുകിക്ക് ക്യാൻസർ ആയിരുന്നു. എനിക്ക് മനസ്സിലായി. നമ്മളെ ഈ സ്വപ്നമൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ സ്വപ്നം കണ്ടു ഇങ്ങനെ മൂടായി ഇപ്പൊ നടക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിചാരിക്കുമ്പോഴത്തേക്കും വീട്ടില് ആരെയിലൊക്കെ ഒന്ന് ചവിട്ടി എണീപ്പിക്കുന്ന അങ്ങനെയും പറയാം. അങ്ങനെയും പറയാം. അതാണ് കറക്റ്റ്. അണ്ണൻ ആ ഫീൽ ഉണ്ടായിട്ടുണ്ട്. എന്തോ അണ്ണൻ ആ ഫീൽ ഉണ്ടായിട്ടുണ്ട്. എത്ര പ്രാവശ്യം ഞാൻ തലയണ തലേ തിരികെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെന്ന് അറിയണ വീണ്ടും ഒന്ന് ഉറങ്ങി ബാക്കി കാണാൻ വേണ്ടി നടന്നില്ല. ബാക്കി കാണാൻ വേണ്ടി വീണ്ടും ഉറങ്ങിയതാ. എന്തൊരു ദാരിദ്ര്യമൊക്കെ. അല്ലാണ്ട് അതൊക്കെ ഒരു സമയം. നീ സംസാരിക്കലാടാ മുണ്ടശ്ശി കിടി. നിന്റെ കഥയൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. നമുക്കൊക്കെ സ്വപ്നം, നിനക്കൊക്കെ യാഥാർത്ഥ്യം. നിനക്കൊക്കെയാ നിന്റെ പെണ്ണുമുള്ളേ കൊച്ചൊക്കെ എന്തിയാ നിന്റെ? പിന്നെ നീ ഇത്ര ദാരിദ്ര്യം പറയണ എന്തിനാ? നീ അതാണ് സൂര്യന്റെ ദത്തുപുത്രനല്ലേ അണ്ണാ. അതുകൊണ്ട് ഒരെണ്ണത്തിനെ ഉണ്ടാക്കാനുള്ള കഴിവില്ലാത്തത് നിന്റെ പ്രശ്നമല്ലോ. ഇല്ല അണ്ണ ഞാൻ നമ്മള് അണ്ണൂരോടുത്ത വാക്കല്ലേ. നമ്മള് കല്യാണം കഴിച്ചിട്ടല്ലേ നമുക്കത് കൊച്ചുങ്ങളുണ്ടാവും. കല്യാണം കഴിക്കണമെന്നോ?
നമ്മള് ഓ വിഹിതപ്പട്ടി അതെ ഇല്ലാന്ന് അവിടെ ബാക്കിലിരുന്ന് അങ്ങ് ഓക്കെ വാ 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 അകത്തോട്ട്. അകത്തോട്ടാ പുറത്തോട്ടല്ലേ ഓ ഞ- കഴിക്കുവാണേ സമി സമി എന്ന് പറയണേ. സാമിയാണോ അവൻ ശരിക്കും സാമിയാണോ നീ എടാ സാമി ശരണം അണ്ണാ ഈ വണ്ടിയില്ലേ റെക്കോർഡിംഗ് ഞാൻ വണ്ടിയാണ് ഓടിച്ചത് അത് എന്ത് സാധനം എന്റെ അമ്മോ എന്ത് സ്പീഡാ അതിന് 300-400 പക്ഷെ ഞാൻ അബദ്ധത്തിൽ ലൈവിൽ അത് അൺഫെയർ ആണെന്ന് പറഞ്ഞു ഇപ്പൊ ഒരു 10 പേര് ഇന്ന് അവിടെ എക്സലാൻഡേഴ്സിൽ പോയി റിപ്പോർട്ട് ചെയ്യും ഇന്നൂടെ ഉള്ള വണ്ടി അല്ല ഇതേ സ്പീഡുള്ള വണ്ടി ഉണ്ട്. അല്ല ഇന്നൂടെ ഉള്ളു ഈ വണ്ടി എന്തായാലും ഇന്നൂടെ ഉള്ളു വാ മന്ദാരം അണ്ണ ഇങ്ങോട്ട് ഞാൻ ഒരു കാര്യം ഡൗട്ട് ചോദിക്കാം അണ്ണൻ്റെ അടുത്ത്. അണ്ണൻ മാത്രം ഒന്ന് വരാം. സ്പീഡ് കുറച്ച് പോര് അണ്ണ ഞാൻ പേട്ടെ അണ്ണ നമ്മള് അണ്ണ അണ്ണ ഇങ്ങനെ നടന്നോണ്ണ സിറ്റിയിലുള്ള അണ്ടനും അടകടഞ്ഞ് വരപ്പെണ്ണായി. ഇങ്ങനെ അവിടെ ഒരു ഗ്യാങ് ലീഡറിനോട് നേരെ വന്ന് വാ തുറന്ന് സംസാരിക്കണത് കുണ്ണ വർത്താനം പറയല്ലേ കുണ്ണേ. അല്ല ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞു പോയതാ. പറ കണ്ണാപ്പി ബോബോയ് അയ്യോ എന്നും ബർത്ത്ഡേ ആണ് നിങ്ങക്കല്ലേ റിക്രൂട്ട്മെന്റ് പോയി ഡ്രസ് ഇട്ടോ ബുധനാഴ്ച പട്ടി അയ്യോ അല്ല വസന പറയാൻ വന്ന കാര്യമല്ല. ഒരു മിനിറ്റ് എടാ ഇപ്പൊ വരാ വാടാ വാ വാ അണ്ണാ നമ്മള് ഗ്രൈൻഡ് ചെയ്യണല്ലോ അല്ലേ അണ്ണാ? നമ്മള് ഗ്രൈൻഡ് ചെയ്യണ്ടാന്നോ ഇതാരെ വാങ്ങി വിളിക്കണോ അല്ല നമ്മള് ഇവരെ കാര്യമൊക്കെ നോക്കി ചെയ്യണ്ടേ നമുക്ക് ഗ്യാങ്ങിന്റെ എടാ ഗ്യാങ്ങിലെ മെമ്പർ നിന്റെ ചന്ദ്രന്റെ മുമ്പിൽ ടി വി ഒന്നുണ്ടോ ഉണ്ടെങ്കിൽ ഗ്രൈൻഡ് ചെയ്യണം നീ ഗ്രൈൻഡ് ചെയ്യാറില്ലേ ഞാൻ ഗ്രൈൻഡ് ചെയ്യാറുണ്ട് കാശ് കൊണ്ടല്ലോ അണ്ണാ. ഇല്ല ഞാൻ എക്സ്ട്രാ ഗ്രൈൻഡ് ചെയ്യണമെന്ന് ഗ്രൈൻഡ് ചെയ്യണം ഞാൻ ഗ്രൈൻഡ് ചെയ്തുണ്ടല്ലോ നിനക്കിപ്പോ എത്ര കോടിയായി 100 കോടി അത് പമ്പിന്ന് ഗ്രൈൻഡ് ചെയ്തത് നീ അല്ലാതെ ഒരു 40. ഞാനിപ്പോ എല്ലാം കൂടി 53 കോടിയായി ഞാൻ ഗ്രൈൻഡ് ചെയ്തത് ഏത് ജോലിയാണ്? ഞാൻ ട്രക്ക് ജോബ് ഞാൻ ലെവല് 31 എല്ലാരും പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ എല്ലാരും ഞാനാണേലും നീ ആണേലും അപ്പാപ്പനാണേലും ആരാണേലും അതിലൊരു കോംപ്രമൈസും ഇല്ല. നീ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ എന്റെ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയേ അണ്ണാന്റെ കണ്ണ് താനാണല്ലോ കുണ്ണത്ത് വേറെ നോക്കടാ എന്തിനാ കമ്മല എങ്ങനെയുണ്ട് കിടുക്കായിട്ടുണ്ട്. ഞാനിനി ഞാൻ സത്യം മനസ്സിലായി ഞാൻ കുറച്ച് ജെൻസി ആയിട്ട് നടക്കാത്തതുകൊണ്ടാണ് എനിക്ക് പെണ്ണുങ്ങളൊന്നും സെറ്റ് ആകാത്തത്. സത്യമാണ് അണ്ണ ഇപ്പോഴും 2020 സ്റ്റക്കാണ് സൂസനെ കുറച്ച് ഇനി കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടൊക്കെ നടക്കണം. അണ്ണ അവിടെ നിന്നൊക്കെ ഒന്ന് ഇതായി വരണം. അണ്ണ എന്നെ തന്നെ നോക്കിയേ നോക്കട്ടെ പണ്ടത്തെ പോലെ ഞാനിപ്പോ ബബിൾ ഗം ഒക്കെ ചവച്ച് ജോലിയിലൊക്കെ വരുത്തി കണ്ടാ ഇടയ്ക്കിന് ജിമ്മിലൊക്കെ പോയി ജോലയെ വന്നത് അവൾക്ക് ചോദിച്ചിട്ടാന്ന് എനിക്ക് തോന്നണില്ല. ജോലയെ വന്നിട്ടുണ്ട് പക്ഷെ അത് അവൾക്കും അല്ല ഇത് ബബിൾ ഗം അല്ലാണ്ട് മന്ദാരത്തിനെ പോലെ ഗൊഗൊക്കല്ല അവര് ഷേപ്പ് ഉണ്ട് അത്. എടാ എല്ലാരും നാട്ടുകാർ മൊത്തം എന്നോട് പറയണത് എന്താണെന്നറിയോ സ്റ്റൈലിഷ് ആവണമെങ്കിൽ ആദ്യം ഞാൻ എന്റെ